പൊഴിയൂ. ഉള്ളം ഒരുക്കി ഞാൻ നിൻ സവിധി കൊതിയോടെ നിൽപ്പൂ മുന്നിൽ. സ്നേഹം തെളിനീരാ ഇന്നെന്നരികിൽ ആവോളം തന്നീടണമേ. കാരുണ്യമേ ദിവ്യകാരുണ്യമേ എന്നിൽ അലിയാനണയൂ. സായോജ്യമേ എൻ സാഫല്യമേ എന്നിൽ മഴയായി പൊഴിയൂ. ഇരു കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ദൈവമേ, അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, 1000 ആരാധനാ ഗീതികൾ ദൈവസന്നിധിയിലേക്ക് ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ അനന്തമായ അനുഗ്രഹം വന്ന് നിറയട്ടെ. എല്ലാ വ്യക്തികളിലും, എല്ലാ കുടുംബങ്ങളിലും, സമൂഹം മുഴുവനിലും ദൈവത്തിന്റെ അഭിഷേകം എത്തിച്ചേരട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി എത്തിച്ചേരട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് എല്ലാവരും ചേർന്ന് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് സമ്പൂർണമായും സമർപ്പിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, തിരുവോസ്തയിൽ എഴുന്നള്ളിരിക്കുന്ന ദിവ്യകാരുണ്യനാഥന്റെ അനുഗ്രഹീതമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആത്മജ്വാല ശുശ്രൂഷയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് പ്രത്യേകമായും പേര് ചൊല്ലി വിളിക്കുകയാണ്. വചന ആരാധന ശുശ്രൂഷയിലൂടെ കർത്താവിനെ ശ്രവിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും അനുഭവിക്കുവാനും അവിടുന്ന് നൽകുന്ന ഈ അനുഗ്രഹീതമായ നിമിഷങ്ങളെ ഓർത്ത് നല്ല തമ്പുരാന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം ജോഷുവ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-13 ദൈവവചനങ്ങളാണ്. ആ വചനം ആദ്യം 12-ാം വചനം ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടുത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം അവർ കേൾക്കെ പറഞ്ഞു, സൂര്യ, നീ ഗെബയോനിൽ നിശ്ചലമായി നിൽക്കുക, ചന്ദ്ര, നീ അയ്യലോൺ താഴ്വരയിലും നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് സൂര്യനെ പിടിച്ചു നിർത്താനും ചന്ദ്രനെ നിശ്ചലമാക്കാനും അതിശക്തമായ വിധത്തിൽ ഒരു മനുഷ്യൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരംഭത്തിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്: പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ട് എന്ന് ഈ ദൈവവചനം നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നു. അത് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ ജോഷുവ പ്രാർത്ഥിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചുവെന്ന് വചനം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു.
അതിപ്രകാരമാണ്. ആ 13-ാം വചനത്തിൻ്റെ അവസാന ഭാഗം, അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു, ചന്ദ്രൻ അനങ്ങാതെ നിന്നു. പ്രിയപ്പെട്ടവരെ, സൂര്യനും ചന്ദ്രനും ഒരു ദിവസം മുഴുവനുമാണ് അനങ്ങാതെ അസ്തമിക്കാതെ നിന്നത്. എപ്പോഴാ? ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ. എന്നെയും നമ്മളെയും പോലെയുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ജോഷുവ എന്ന മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ചരിത്രത്തിൽ ഇന്നോളം സംഭവിക്കാത്ത കാര്യമാണ് സംഭവിച്ചത്, വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സൂര്യൻ അസ്തമിക്കാതെ അനങ്ങാതെ ഒരു ദിവസം മുഴുവനും നിന്നു, ചന്ദ്രനും അനങ്ങാതെ അവിടെ തന്നെ നിന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ പൊരുൾ? അതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഈ പ്രാർത്ഥനയുടെ ശക്തി ജോഷുവയ്ക്കില്ലായിരുന്നുവെങ്കിൽ ജോഷുവ നമ്മളെപ്പോലെ തന്നെ തീർത്തും ദുർബലനായ അശക്തനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് സൂര്യനെ പിടിച്ചു നിർത്താനുള്ള ശക്തിയില്ല, ചന്ദ്രനെ താങ്ങി നിർത്താനോ തടഞ്ഞു നിർത്താനുള്ള ശക്തിയില്ല. എന്നാൽ പ്രാർത്ഥനയുടെ ശക്തി അദ്ദേഹത്തിൽ എത്തിച്ചേർന്നപ്പോൾ ജോഷുവയ്ക്ക് സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്താൻ സാധിച്ചു. ഇന്നും നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അമാനുഷ ശക്തിയുള്ള വ്യക്തികളായി തീരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ട കാര്യം വചനം പറഞ്ഞു തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥനയായി തീരുക, പ്രാർത്ഥന കൊണ്ട് ശരീരം ആസകലം നിറയ്ക്കുക. അത്ഭുതകരമായ വിധത്തിൽ കർത്താവ് അപ്പോൾ നമ്മളിലൂടെ പ്രവർത്തിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ അനുസരിക്കുന്ന ദൈവം. മനുഷ്യനെ അനുസരിക്കുന്ന ദൈവം. ജോഷുവ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ ജോഷുവ എന്ന മനുഷ്യനെ അനുസരിച്ചു. ഇതാ ജോഷുവയുടെ പ്രാർത്ഥനയിലൂടെ അനുസരിക്കുന്ന ദൈവം ഇതാ സൂര്യനെയും ചന്ദ്രനെയും അവിടെ തന്നെ നിർത്തി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ പോലും ശക്തിയുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്. ജെർമയ പ്രവാചകനിലും അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്, യോന പ്രവാചകനിലും കാണുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വചനം നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നത് ദൈവത്തിൻ്റെ തീരുമാനങ്ങളെപ്പോലും മാറ്റിവെപ്പിക്കാൻ, ദൈവത്തിൻ്റെ മനസ്സ് പോലും മാറ്റാനുള്ള ശക്തി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ട് എന്നാണ്. ഇനി മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്, ദൈവശക്തി. പ്രിയപ്പെട്ടവരെ, ജോഷുവയ്ക്കും സൂര്യനും ചന്ദ്രനും മധ്യേ അവരുടെ ഇടയിൽ പ്രവർത്തിച്ച ശക്തി എന്നതാ? അത് ജോഷുവയുടെ ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ്. സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്താൻ തക്ക ശക്തി ജോഷുവയ്ക്കും സൂര്യനുമിടയിൽ പ്രവർത്തിച്ചത്, ജോഷുവയ്ക്കും ചന്ദ്രനുമിടയിൽ പ്രവർത്തിച്ചത് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, സൂര്യൻ അനങ്ങിയില്ല, ചന്ദ്രൻ അവിടെ തന്നെ നിന്നുവെന്ന് ജോഷുവ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം വചനത്തിൽ നമ്മൾ കാണുന്നത്. ഇനി നാലാമതായിട്ട് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ സങ്കട സമയങ്ങളിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, കൂടെ നടക്കും. നമ്മുടെ സങ്കട സമയങ്ങളിലൊക്കെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെ നടക്കും. ഇവിടെ ഇന്നത്തെ ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവത്തോട് ജോഷുവ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ജോഷുവയുടെ പ്രാർത്ഥന കേൾക്കാൻ കർത്താവ് ജോഷുവയുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, സങ്കട സമയങ്ങളിലാണ് ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ എടുത്തു ചാടിയുള്ള പല പ്രവൃത്തികളും പല കാര്യങ്ങളും ചെയ്യുക. അത് വലിയ ദുരിതങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും എത്തിക്കും. യൂദാസിന് മനസ്സിൽ അങ്ങേയറ്റം സങ്കടം വന്നപ്പോഴാണ്, നിരാശ കയറിയപ്പോഴാണ് അദ്ദേഹം പോയി തൂങ്ങിച്ചത്തത്. നമുക്കറിയാം, വലിയ സങ്കട സമയത്ത് കർത്താവിനോട് ആലോചന ചോദിക്കാതെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നമ്മളെ ഓരോരുത്തരെയും ദുരന്തങ്ങളിൽ കൊണ്ടെത്തിക്കും. ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് 22-ാം അധ്യായത്തിൽ
ഇങ്ങനെ എമ്മാവൂസിലേക്ക് പോയിക്കൊണ്ടിരുന്ന ശിഷ്യന്മാർ രണ്ട് ശിഷ്യന്മാർ. അവർ വലിയ നിരാശയിലായിരുന്നു, സങ്കടത്തിലായിരുന്നു, ദുഃഖത്തിലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരുടെ ആ ദുഃഖ സമയത്ത് അവർ വേറെ ഒരു കടുങ്കയ്യും ചെയ്യാതിരിക്കാൻ കർത്താവ് എന്നാ ചെയ്തേ? അവരുടെ കൂടെ നടന്നു. 1, 2, 5 കിലോമീറ്റർ അല്ല, 60 സ്ഥാദിയോൻ എന്ന് പറഞ്ഞാൽ 11 കിലോമീറ്റർ കർത്താവ് ആ 2 ശിഷ്യന്മാരുടെ കൂടെ നടന്നു. ഞാൻ എന്താ ഇതിങ്ങനെ പറയുന്നതെന്നോ, നമ്മുടെ സങ്കട സമയങ്ങളിൽ, നമ്മുടെ ദുഃഖത്തിൻ്റെ സമയങ്ങളിൽ നമ്മുടെ കൂടെ നടക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊരു കർത്താവുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കർത്താവിനോട് ആലോചന ചോദിക്കാതെ സങ്കട സമയങ്ങളിൽ നമ്മൾ ആരും ഒന്നും ചെയ്യരുത്. അതല്ലേ ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെട്ട ഒരു തോട്ടക്കാരൻ്റെ രൂപത്തിൽ. നമ്മുടെയൊക്കെ സങ്കട സമയങ്ങളിൽ, അത് ഏത് തരത്തിലുള്ള സങ്കടമാകട്ടെ, സങ്കട സമയങ്ങളിൽ നമ്മുടെ കൂടെ നടക്കാനും നമ്മളെ രക്ഷിക്കാനും നമ്മളെ ശക്തിപ്പെടുത്താനും നമ്മളെ ആശ്വസിപ്പിക്കാനും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതല്ലേ പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മളോട് കൃത്യമായിട്ട് വചനത്തിലൂടെ അവിടുന്ന് നമ്മളോട് പറയുന്നത്, നിൻ്റെ കൂടെ സദാസമയവും ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പല സങ്കടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ ചേർന്ന് നടക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പായും വിശ്വസിക്കണം. ഈ വിശ്വാസം നമ്മളെ ഓരോരുത്തരെയും പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും ആവേശത്തിലേക്കും നയിക്കുക തന്നെ ചെയ്യും. എന്തിനാ ഇങ്ങനെ നമ്മുടെ സങ്കട സമയങ്ങളിൽ കർത്താവ് കൂടെ നടക്കുന്നെന്നോ, നമ്മുടെ ദുഃഖങ്ങൾ ഓരോന്നോരോന്നായി ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറയ്ക്കാനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് നമ്മൾ ദിവ്യകാരുണ്യമായ കർത്താവിനെ ആരാധിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ഓർക്കണം, പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മനസ്സിനെ പോലും മാറ്റാൻ തക്ക ശക്തിയുണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനകൾക്ക്. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ ഈ ദൈവശക്തിയാണ്. നമ്മുടെ സങ്കട സമയങ്ങളിൽ, ദുഃഖ സമയങ്ങളിൽ നമ്മുടെ കൂടെയുള്ള കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമുക്കെല്ലാവർക്കും ഇപ്പോൾ മുട്ടുകൾ കുത്തി നിന്നുകൊണ്ട് 2 കരങ്ങളെ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് ദിവ്യകാരുണ്യമായ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ സങ്കട സമയങ്ങളിലൊക്കെ, ദുഃഖത്തിൻ്റെ വേളകളിലൊക്കെ നമ്മുടെ കൂടെ നടക്കും. അത് 5 മിനിറ്റോ 10 മിനിറ്റോ അല്ല. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ 11 കിലോമീറ്റർ കർത്താവ് നടന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കൂടെ ജീവിതകാലം മുഴുവൻ, സങ്കട സമയങ്ങളിൽ മുഴുവൻ നമ്മുടെ ദുഃഖങ്ങൾ ഉള്ളിൽ നിന്ന് ഓരോന്നോരോന്നായി എടുത്തു കളയാനായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന ആ കർത്താവിനെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കരങ്ങൾ തുറന്നു പിടിച്ച് അല്പം കൂടി സ്വരമുയർത്തി എന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, കുറച്ചുകൂടെ സ്വരമുയർത്തി എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയെ ആരാധിക്കുന്നു. ഇരു കരങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് 2 കൈകളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയട്ടെ. ദൈവശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അനുഗ്രഹിക്കണമേ. കരങ്ങൾ ദുഃഖങ്ങളോരോന്നായി മാറ്റി കളയുവാൻ കൂടി നടക്കുന്ന തമ്പുരാനേ, എല്ലാവരും ചേർന്ന് ദുഃഖങ്ങളോരോന്നായി മാറ്റി കളയുവാൻ കൂടി നടക്കുന്ന തമ്പുരാനേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പ നമുക്ക്. കർത്താവേ,
വലിയ ദുഃഖത്തോടെ നിരാശയോടെ എമ്മാവൂസിലേക്ക് പോയിരുന്ന 2 ശിഷ്യന്മാരുടെ കൂടെ അങ്ങ് 11 കിലോമീറ്റർ നടന്നുവല്ലോ, 60 സ്ഥാദിയോൺ ദൂരം. കർത്താവെ, സമയം നോക്കാതെ ദൂരം നോക്കാതെ 2 ശിഷ്യന്മാരെ പ്രതീക്ഷ കൊടുത്ത് രക്ഷിക്കാനായിട്ടാണല്ലോ അങ്ങ് അവരുടെ കൂടെ അനേകം മണിക്കൂർ നടന്നത്. എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ആരാധന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുമാത്രം ആളുകളാണ് പലതരത്തിലുള്ള ദുഃഖങ്ങളുമായിട്ട് ജീവിക്കുന്നത്. വല്ലാത്ത ദുഃഖം, ആരോടും പങ്കുവെക്കാൻ പറ്റാതെ, ആരോടും പറയാൻ സാധിക്കാതെ ദുഃഖം മുഴുവൻ ഉള്ളിൽ ചങ്കിൽ കുത്തി നിറച്ചു വെച്ച് ജീവിക്കുന്ന അനേകായിരം ആളുകൾ ഇന്നുണ്ടല്ലോ കർത്താവേ. ഇന്ന് ഈ ആരാധനാ സമയത്ത് അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് അങ്ങൊന്ന് കടന്നു ചെല്ലണമേ. അവരുടെ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ എന്ത് തന്നെയായാലും, ഒരുപക്ഷെ രോഗമായിരിക്കും, കടബാധ്യതയായിരിക്കും, സങ്കടങ്ങളായിരിക്കും, കർത്താവെ എന്ത് തന്നെയായാലും ആ ദുഃഖങ്ങളെ ഓരോന്നോരോന്നായി അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ് അവരെയൊക്കെ ശക്തിപ്പെടുത്തി പ്രതീക്ഷ നൽകി അനുഗ്രഹിക്കുവാൻ 2 കരങ്ങൾ ഉയർത്തി ഞങ്ങളങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ, നമുക്ക് 2 കൈകളും ഉയർത്താം. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ദുഃഖങ്ങളെയും കർത്താവ് ഇന്നെടുത്തു കളയും. എല്ലാ സങ്കടങ്ങളെയും ഈശോ പെറുക്കി മാറ്റിക്കളയും. അവിടെ കർത്താവ് സന്തോഷം കൊണ്ട് നിറയ്ക്കും. 2 കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചാരാധിക്കാം. യേശുവേ എന്ന് വിളിച്ചാരാധിക്കാം. യേശുവേ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് കൂടി നടക്കുന്ന തമ്പുരാനേ, എല്ലാവരും ദുഃഖങ്ങളോരോന്നായി മാറ്റി കളയുവാൻ കൂടി നടക്കുന്ന തമ്പുരാനേ. 2 കൈകളും ഉയർത്തി ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പുക. കർത്താവേ, ഈ ലോകത്തിൽ ആരോരുമില്ലാത്തതിൻ്റെ വേദന അനുഭവിച്ച് ജീവിക്കുന്ന എന്തുമാത്രം ആളുകളാണുള്ളത്. പ്രത്യേകിച്ചും പ്രായമായ വയോവൃദ്ധര്. കർത്താവെ, ഒന്ന് സഹായിക്കാൻ ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല, വർത്തമാനം പറയാൻ ആരുമില്ല, കൂടെ ഇരിക്കാനോ കൂടെ നടക്കാനോ ആരുമില്ല. എന്തെങ്കിലും കാര്യം ചെയ്തു കിട്ടാൻ ആരുമില്ലാത്തതിൻ്റെ പേരിൽ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് വയസ്സായി കഴിഞ്ഞപ്പോൾ സഹായിക്കാനോ വർത്തമാനം പറയാനോ ആരുമില്ലല്ലോ എന്നോർത്ത് വലിയ സങ്കടത്തിൽ ജീവിക്കുന്ന, ദുഃഖത്തിൽ കഴിയുന്ന എന്തുമാത്രം ആളുകളാണ് കർത്താവെ ഞങ്ങളുടെ നാട്ടിൽ, ഈ ദേശങ്ങളിലുള്ളത്. എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ആരാധനാ സമയത്ത് അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു കളയുവാൻ അങ്ങ് കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുന്ന കർത്താവെ, ആരൊക്കെ ഉപേക്ഷിച്ചാലും അങ്ങ് ഉപേക്ഷിക്കില്ല എന്ന്. പെറ്റമ്മ മറന്നാലും ദൈവം ഉപേക്ഷിക്കില്ല, മറക്കില്ല എന്ന്. ഈശോയെ, അവരെയൊക്കെ ആരോരുമില്ലാത്തതിൻ്റെ പേരിൽ വലിയ സങ്കടങ്ങളും ദുഃഖം അനുഭവിച്ച് ജീവിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും അങ്ങെഴുന്നള്ളി ചെന്ന് ഈ ആരാധനാ സമയത്ത് അവരുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കണമേ എന്ന്, ദുഃഖങ്ങൾ എടുത്തു കളയണമേ എന്ന് 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. നമുക്ക് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖങ്ങളൊക്കെ എടുത്തു കളയും, സങ്കടങ്ങൾ എടുത്തു കളയും. കർത്താവ് വന്ന് നിറയും. ഈശോ സമാധാനം നിറച്ചു കൊടുക്കും. കർത്താവ് സന്തോഷം നൽകി അനുഗ്രഹിക്കും. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുക മക്കളെ, ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ. ദുഃഖങ്ങളോരോന്നായി മാറ്റി കളയുവാൻ കൂടി നടക്കുന്ന തമ്പുരാനേ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് ദുഃഖങ്ങളോരോന്നായി മാറ്റി കളയുവാൻ
ഇരു കരങ്ങളും ഉയർത്തി ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പാം. എൻ്റെ കർത്താവേ, മക്കളുടെ അനുസരണക്കേട് മൂലം വലിയ സങ്കടം അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു തരത്തിലും ചെറുപ്രായം മുതൽ മക്കൾ അനുസരിക്കാത്തത് മൂലം, തട്ടുത്തരം പറയുന്നത് മൂലം, പറഞ്ഞാൽ കേൾക്കാതെ ജീവിക്കുന്നത് മൂലം, അനുസരണക്കേടോടെ ജീവിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് വലിയ സങ്കടപ്പെടുന്ന മാതാപിതാക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ദുഃഖങ്ങളും ഈ ആരാധന സമയത്ത് എടുത്തു മാറ്റിക്കളയണമേ. അതുപോലെ തന്നെ എൻ്റെ പൊന്നു തമ്പുരാനെ, വലിയ കടബാധ്യത അനുഭവിക്കുന്നവര്, സങ്കടമുള്ളവര്, അവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു ചെന്ന് എല്ലാ ദുഃഖങ്ങളും എടുത്തു കളയണമേ. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് അവരെ നിറയ്ക്കണമേ. സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക്, അവരുടെ കുടുംബത്തിൽ നിന്ന് കർത്താവേ, ദുഃഖങ്ങളൊക്കെ അങ്ങ് എടുത്തു കളയണമേ. അവരുടെ സമാധാനം നിറയ്ക്കണമേ. സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ. നമുക്ക് മക്കളെ രണ്ട് കരങ്ങളും ഉയർത്താം. ഇരു കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ സങ്കടങ്ങളും കർത്താവ് കാണുന്നുണ്ട്. എല്ലാ ദുഃഖങ്ങളും ഈശോ എടുത്തു കളയും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിലും, നമ്മുടെ ജീവിതത്തിലും, സമൂഹത്തിലും ഈശോ സന്തോഷം നൽകും. ഈശോ സമാധാനം നിറയ്ക്കും. ദുഃഖങ്ങളൊക്കെ ഈശോ എടുത്തു മാറ്റും. എടുത്തു കളയുന്ന കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിളിച്ച് ആരാധിക്കാം. ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാം. യേശുവേ എന്ന് വിളിക്കട്ടെ. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ. ദുഃഖങ്ങളോരോന്നായി മാറ്റിക്കളയുവാൻ കൂടെ നടക്കുന്ന തമ്പുരാനേ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് ദുഃഖങ്ങളോരോന്നായി മാറ്റിക്കളയുവാൻ കൂടെ നടക്കുന്ന തമ്പുരാനേ. ഇരു കരങ്ങളും ഉയർത്തി ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കൈകൾ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റു സ്വീകരിക്കാം. കർത്താവ് ഇതാ നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. ഓരോ മക്കളെ അനുഗ്രഹിക്കും. മാതാപിതാക്കളെ അനുഗ്രഹിക്കും. ഈശോ അനുഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറിപ്പോകും. ഈശോ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്ന് നിറയും, സമാധാനം വന്ന് നിറയും, അനുഗ്രഹം വന്ന് നിറയും. അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ സഹനങ്ങളിലേക്ക് കർത്താവേ എന്നും കൂടെ ആയിരിക്കണമേ. ദൈവമേ, അങ്ങയോട് ചേർന്നുകൊണ്ട്, അങ്ങയുടെ കുരിശ് സഹിച്ചുകൊണ്ട് കർത്താവേ നിന്നെ കണ്ട് ആനന്ദിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, ആരാധന 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 ആരാധന. എല്ലാ യുവതി വാക്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, നിന്നെ അനുഭവിക്കുവാൻ, നിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള വലിയ കൃപ മക്കൾക്ക് നൽകണമേ. യേശുവേ, ആരാധന ആരാധന ആരാധന. യേശുവേ, ആരാധന ആരാധന. സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. പ്രാർത്ഥന ജീവിതത്തിൽ അടിയുറച്ച് ജീവിക്കാനുള്ള വലിയ കൃപ നൽകണമേ. യേശുവേ, ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും